പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാസന അൾത്താര ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ സാന്നിധ്യം ഈ കൃപാസനത്തിൽ വന്നിറങ്ങി പ്രാർത്ഥിച്ചു പോകുന്ന ലക്ഷോപലക്ഷം മനുഷ്യരുടെ പ്രാർത്ഥനയുടെ ശക്തിയാൽ ഞാൻ ഇന്നത്തെ ദിവസത്തെ എൻ്റെ മക്കളുടെ ആവശ്യങ്ങളെ കർത്താവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് ആശീർവദിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മക്കളുടെ മേൽ നിൻ്റെ തിരുമുറുപാട് മരുന്നുകരം വെക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ശിരസിൻ്റെ രോഗങ്ങൾ, ബ്രെയിനിലെ സിസ്റ്റുകൾ, ബ്രെയിനിലെ ക്യാൻസറുകൾ, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ രോഗങ്ങൾ ഈ നിമിഷം ഇത് പ്രാർത്ഥന കൂടുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി ഒഴുകുകയും നീ സുഖപ്പെടുകയും ചെയ്യട്ടെ. തൊണ്ടനൊമ്പരങ്ങൾ,
അത്തോൺസൈറ്റുകൾ, തൈറോയിഡുകൾ, ശ്വാസകോശ രോഗങ്ങൾ, ഉദര രോഗങ്ങൾ, പിസ്തുല രോഗങ്ങൾ, PCOD രോഗങ്ങൾ, സർവാംഗവാത രോഗങ്ങൾ, വൃഷ്ണരോഗങ്ങൾ, കർത്താവിൻ്റെ നാമത്തിൽ ഉച്ചമുതൽ ഉള്ളങ്കാര് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. മരുന്ന് ലേപനമല്ല, അങ്ങയുടെ വചനമാണല്ലോ അങ്ങയുടെ മക്കളെ സുഖപ്പെടുത്തുന്നത്. വചനത്തിൻ്റെ കരുത്താ ശക്തിയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അങ്ങയുടെ മക്കൾ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവെ, ഇന്നത്തെ യാത്ര, ഇന്നത്തെ സംസാരം, ഇന്നത്തെ കമ്മ്യൂണിക്കേഷൻസ്, ഇന്നത്തെ ഒപ്പുകൾ, ഇന്നത്തെ എഴുത്തുകൾ, ഇന്നത്തെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ, കർത്താവ് ഇന്ന് ചെയ്തു തീർക്കേണ്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളുടെ മേലും എൻ്റെ മക്കളുടെ മേൽ കർത്താവിൻ്റെ ശക്തി പ്രവർത്തിക്കുകയും മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ സഞ്ചാരി മാതാവ് സമയത്തിൻ്റെ അധികാരം നിലമേലങ്കിയാൽ നിങ്ങളെ പൊതിയുകയും സന്തോഷത്തോടെ നിങ്ങൾ രാത്രി തിരിച്ചു വരാൻ ദൈവം അനുവദിക്കുകയും ചെയ്യട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ചേച്ചിമാരും അമ്മച്ചിമാരൊക്കെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ലോകം ചെറുപ്പക്കാരെല്ലാം ഇപ്പം ഈ ലോക ഫുട്ബോളിൻ്റെ പുറകെയാണ്. അതായത് എനിക്ക് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട രാക്ഷസന്മാരൊക്കെ പുറത്തായി. അതായത് പോർച്ചുഗൽ പുറത്തായി, ബ്രസീൽ പുറത്തായി, പിന്നെ ഇപ്പം നോർവേ കയറി വന്ന് ഇന്ത്യക്കാരെന്തുകൊണ്ടാണ് സെലക്ഷൻ കിട്ടാഞ്ഞതെന്ന് ഭയങ്കര ചർച്ച. നമ്മൾ 140 കോടി ഉണ്ടല്ലോ, അപ്പോൾ നമ്മളെക്കാൾ 150 കൂടെ ഗ്രാസിയ അങ്ങനെ എന്തൊക്കെ ചെറിയ രാജ്യങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ലോക ഫുട്ബോളിൽ സെലക്ഷൻ കിട്ടി. നമ്മളിന്ന് പറയുന്ന പല രാജ്യങ്ങളും 94-96 സെലക്ഷൻ്റെ കാലത്ത് ഈ ഇന്ത്യ 7-ാം സ്ഥാനത്തായിരുന്നു ലോകകപ്പ്. ആ ഇന്ത്യയിൽ നിന്ന് 144 പോയിന്. അപ്പോൾ കൂടിയില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഈ ഹാർലൻഡ് തന്നെ കളിക്കാൻ ഞങ്ങൾ കണ്ടു കാണാം. അയാളുടെ ഓട്ടം കണ്ടില്ലേ. അപ്പോൾ ഇപ്പോൾ എന്താ ഒരു സ്കൂൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഇന്ത്യക്കാരന് സെലക്ഷൻ കിട്ടുന്നില്ല. അപ്പോൾ അതിന് ചില സാമൂഹിക ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, അവരുടെ വിലയിരുത്തലുണ്ട്. അല്ല, ഒരു വിലയിരുത്തൽ എനിക്ക് ഭയങ്കര റീസണബിളായിട്ട് തോന്നി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈക്കിങ്സാണ് ഇവരൊക്കെ, ഹാർലൻഡുകാരൊക്കെ. അപ്പോൾ അവർ പണ്ട് ഒറ്റ പാമരത്തിൽ ഒറ്റ പാകെട്ടി ലോകം മുഴുവൻ ഒറ്റയ്ക്ക് കച്ചവടത്തിന് വന്ന പാർട്ടിയാണ് ഈ ബൈക്കിങ്സ് എന്ന് പറയുന്നത്, ഈ ഹാർലൻഡിൻ്റെ ആൾക്കാർ. അപ്പോൾ അവരുടെ ഭയങ്കര കാടൻ ജോലി ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ അവരുടെ DNA ഒക്കെ കാടൻ DNA ആയിരിക്കും. കാര്യം കണ്ടില്ലേ, അവനെ കണ്ടില്ലേ, ആ ഓടിപ്പോണ പോക്കിൽ പലരെയും തള്ളി താഴെയിട്ടാണ് പോണത്. അയാൾക്ക് യാതൊരുവിധ കുറ്റബോധമോ ഒന്നുമില്ല. അത് കളിയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയും ഈ എന്ത് വിഷയത്തിൽ അത്രയും കണ്ടിങ്ങനെ റഫാണ് അവർ. ഈ റഫ് ആൻഡ് ടഫ് എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കാരിങ്ങനെ റഫ് ആൻഡ് ടഫ് ആകത്തില്ല. മറ്റവർക്കാണെങ്കിൽ അവർ ആംഗ്ലോ സാക്സൺ വർഗ്ഗമാണ്, യൂറോപ്യൻസ്. അവരിങ്ങനെ ഒരു ആനിമലിൻ്റെ പുറകെ ഓടിച്ച് പിടിച്ച് ആണ് മാത്രമേ അവർക്ക് ഭക്ഷണം കിട്ടത്തുള്ളൂ. അവിടെ പൂർവികർ അങ്ങനെയായിരുന്നു, ആംഗ്ലോ സാക്സൺസ്. ഇങ്ങനെ ഓടിപ്പിടിക്കണം. ചിലപ്പോൾ അതുമായിട്ട് കുത്തി ചിലപ്പോൾ ചത്തുപോയെന്നും വരും. ഇത്ര നേരം ഒരു നേരം കഴിക്കാൻ വേണ്ടി ജീവൻ പണയം വെച്ചാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അത് കാരണം അവർ ഭയങ്കര എനർജറ്റിക്കാണ്. ആ ലോകം മുഴുവൻ അവർ കീഴടക്കിയില്ലേ. അത് ഇതുകൊണ്ടാണ് എല്ലായിടത്തും ചെല്ലുമ്പോൾ അവരുടെ രാജ്യമല്ലേ ഉണ്ടാകണത്. കപ്പലോട്ടക്കാരുടെ കാലത്ത് അവർ പിടിച്ചെടുത്ത് കാണുന്നതല്ല. ഇന്ത്യക്കാരൻ അങ്ങനെ കപ്പലോടാനൊന്നും പോയില്ല. എന്നുവെച്ചാൽ നമ്മളെക്കുറിച്ച് പറയണതേ, നമ്മൾ എവിടെയെങ്കിലും സ്വസ്ഥമായി, നമ്മൾ വെജിറ്റേറിയനാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുക. വേണമെങ്കിൽ ആ ഇരിപ്പ് നമ്മൾ വേണമെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ ഇരിക്കണേ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ ഇതെല്ലോ മഹാഋഷിമാരുണ്ടായിട്ടില്ലേ. ഇന്നുകൊണ്ട് അത്ര ഋഷിമാർ ഹിമാലയങ്ങളിലെ. അപ്പം നമുക്ക് എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ കാര്യങ്ങളാണ്. ഭക്ഷണം നമുക്ക് പാല് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ കുറച്ച് പഴം കിട്ടിയാൽ മതി. അതിന് വേട്ടയാടി പിടിക്കലൊന്നുമില്ല. സസ്യബുക്കുകളാണ് പൊതുവേ ഇന്ത്യക്കാർ. അതിങ്ങനെ ഒരു 2-3 ലക്ഷം കൊല്ലം ഈ DNA, ഈ ജീൻസ് ഇങ്ങനെ കൈമാറുമ്പോൾ നമ്മൾ ഇരിപ്പുകാരാകും. പക്ഷേ ഇരിക്കണ പരിപാടിക്ക് നമ്മൾ അധികം ഓടാത്ത കാര്യങ്ങളില്ല. ഇപ്പം ചെസ്സൊക്കെ ലോകത്തിൽ 1-ാം സ്ഥാനമാണ് നമുക്ക് ചെസ്സിന്. എന്താ, ഇരുന്നാൽ മതിയല്ല. ഫുട്ബോളിൽ 90 മിനിറ്റ് ഓടണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും, എപ്പോഴും ഓട്ടത്തിലല്ലേ. എന്ത് ഓടം എന്ത് മറിച്ചത് നമുക്കറിയാൻ പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെയായിരിക്കും. പക്ഷേ ഇത് ഇങ്ങനെ ഒരു DNA, അല്ല ഡോർമൻ DNA,
അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള എവിടെയെങ്കിലും ഇരുന്ന് ചെയ്യണ ജോലി. ക്രിക്കറ്റിലും നമുക്ക് സ്റ്റമ്പിൻ്റെ അടുത്ത് നിന്ന് ഇടക്കൊന്ന് അടിച്ചാൽ മതിയല്ല, ഒരു സിക്സൊക്കെ അടിക്കണ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ക്രിക്കറ്റിൽ നമുക്ക് നല്ല സമ്മാനം കിട്ടിയിട്ടുണ്ട്. നമ്മളത്ര മോശക്കാരൊന്നും അല്ലേ. നമ്മുടെ DNA ഇങ്ങനെ എവിടെയെങ്കിലും ഇരിക്കുന്ന DNA ആണെന്നുള്ളത്. എന്താ ഞാനിപ്പോൾ ഇത് പറയാൻ കാര്യം, ഞാൻ നിങ്ങളെ ലോകകപ്പ് പഠിപ്പിക്കാൻ വന്നതല്ല. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പ്രാർത്ഥനാ ജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട് ശരിക്കും, പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതത്തെ. എന്താ പ്രശ്നം വെച്ചാൽ ഉടമ്പടി ഈശോ ഈ പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈശോ പറഞ്ഞ് ഈ പഴയ മെഷർ കൊണ്ട് നടക്കത്തില്ല കേട്ടോ, പുതിയ വീഞ്ഞാണിത്, ഇത് പഴയ തോൽക്കുടത്തിൽ കൊണ്ടുപോയി വെക്കരുത്. മറ്റേത് അതാണ് വായിച്ചത്. ലൂക്ക 5:37-38. ലൂക്ക 5:37-38. ആരും പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ പുതിയ വീഞ്ഞ് പഴയ തോൽക്കുടങ്ങൾ ഭേദിച്ച് ഒഴുകിപ്പോവുകയും തോൽക്കുടങ്ങൾ നശിക്കുകയും ചെയ്യും. പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചു വെക്കേണ്ടത്. ഇപ്പം ഉടമ്പടി ഒരു പുതിയ വീഞ്ഞാണ്. അത് എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഇപ്പം ചില ആൾക്കാരൊക്കെ ഇല്ലേ പ്രത്യക്ഷ പ്രാർത്ഥന ഞങ്ങൾ 33 പ്രാവശ്യം ചെല്ലിയെന്ന് പറയുമ്പോൾ ഈ പഴയ തോൽക്കുടമാണ്. ഇവിടുന്ന് പറഞ്ഞിട്ടില്ലേ, എവിടെയെങ്കിലും ചടച്ചു കുത്തി ഇരുന്ന് ആ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. ഇത് പുതിയ വീഞ്ഞാണ്, പുതിയ തോൽക്കുടങ്ങളിൽ തന്നെ വെക്കണം. ഇത് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ചെയ്യണം. നമ്മൾ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെയാണ്. നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്നല്ലേ പറഞ്ഞു, ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു, എന്നെ സന്ദർശിച്ചു. അപ്പം ആരാണ്? കർത്താവ് നമ്മളെ സന്ദർശിക്കാൻ വന്നതല്ല, ദൈവത്തെ നമ്മൾ സന്ദർശിക്കുകയാണ് ചെയ്യണത്. റീച്ച് ഔട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ റീച്ച് ഔട്ട് ചെയ്യുകയാണ്, അല്ലാതെ വീടിനകത്ത് കുത്തിയിരിക്കുകയല്ല. അപ്പോൾ ഉടമ്പടിയിൽ വരുന്ന ഏറ്റവും വലിയ സാക്ഷ്യങ്ങളുടെ കാരണം ഇതിൻ്റെ പുതിയ വീഞ്ഞ് അത് എടുത്ത ആൾക്കാർ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ സാക്ഷ്യങ്ങളല്ല, ഇടി മുഴക്കമുള്ള സാക്ഷ്യങ്ങൾ. എന്താണ്? അവർ പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങൾ തന്നെ വെച്ചിരിക്കുന്നത്. അത് ഇടിവിട്ട് പോലെ ഇറങ്ങി പ്രവർത്തിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞ സാക്ഷ്യങ്ങളെല്ലാം അങ്ങനെയല്ലേ. ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി കർത്താവിൻ്റെ സുവിശേഷം കൈമാറുന്ന പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ എല്ലാവരും വെക്കാനും അതുകൊണ്ട് പുതിയ ഫലങ്ങളുണ്ടാക്കാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. എൻ്റെ പേര് അഖില മനീഷ്. ഇതെൻ്റെ ഭർത്താവ് മനീഷ്. ഇതെൻ്റെ മൂത്ത മകൻ ആദി മനീഷ്. ഇത് ഞങ്ങൾക്ക് മാതാവ് തിരികെ തന്ന കുഞ്ഞാണെന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയുകയാണ്. തിരികെ തന്ന കുഞ്ഞ് ആദി മനീഷ്. കാരണം തിരികെ തന്ന കുഞ്ഞെന്ന് പറയാൻ 2023 ഓഗസ്റ്റ് 5 ഞാൻ മസ്കറ്റിൽ നിന്ന് വരികയാണ് ഞങ്ങൾ കുടുംബമായിട്ട്. എൻ്റെ കുഞ്ഞിന് ഹാർട്ടിന് അസുഖമായിരുന്നു. എൻ്റെ കുഞ്ഞ് 7 മാസം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്താണ് വരുന്നത്. ഞാൻ അവിടുന്ന് അമൃത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്ത് നാട്ടിലെത്തുകയാണ്. 5-ാം തീയതി എത്തുന്നു, 6-ാം തീയതി പുലർച്ചെ ഇവിടെ വരുന്നു. പക്ഷേ ഞങ്ങൾക്ക് അപ്പോഴേക്കും ഞങ്ങളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരുന്നു. ഞങ്ങളുടെ കുഞ്ഞ് ഫ്ലൈറ്റ് ട്രാവലിൽ എയർ ഗട്ടർ പ്രോബ്ലം ഉണ്ടായിരുന്നു. എന്നാലും കുഞ്ഞിന് ഹാർട്ടിന് ഇഷ്യൂ ആയിരുന്നു പറഞ്ഞു. കുഞ്ഞ് ആ സമയത്ത് തന്നെ മരിച്ചിരുന്നു. ഞങ്ങൾക്കത് അറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് 17-ാം തീയതിയാണ് അമൃത ഹോസ്പിറ്റലിൽ ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ പിറ്റേ ദിവസം രാവിലെ ഇവിടെ വരുന്നു. അതിന് മുന്നേ ഒന്നും ഞാൻ പ്രത്യേകം പറയുകയാണ്, എനിക്ക് കൃപാസന മാതാവിനെ അറിയില്ല. ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നു. പക്ഷേ ഈശോയിനെ ചെറുപ്പത്തിൽ തൊട്ടേ ഞങ്ങൾക്ക് വളരെ സ്നേഹമായിരുന്നു. എൻ്റെ സ്വന്തം വീട് പിറവത്താണ്. ഞാൻ പിറവം പള്ളിയിലും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അന്തോണിസ് പുണ്യാളിൻ്റെ പള്ളിയിലും മുളക്കുളം പള്ളിയിലും ഒക്കെ ഞങ്ങൾ പോയിരുന്നതാണ്. പക്ഷേ കൃപാസന മാതാവിനെ ഞങ്ങൾ അറിയുന്നത് 2023 ഞാൻ ആ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതറിയാതെ ഇവിടെ വന്ന് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നു. എന്നാലും നമ്മുടെ അന്ന് തൊട്ട് കൂടെ ഒരാളുണ്ടെന്ന്, ഒരു അമ്മ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. കാരണം ഞങ്ങൾ തിരിച്ചു പോകുന്ന വഴി ഞങ്ങൾക്കൊരു ആക്സിഡൻറ്റ് പോലെ ഒരു വണ്ടി ഓപ്പോസിറ്റ് വരുന്നു. പക്ഷേ ആ വണ്ടി ഇടിക്കേണ്ടതായിരുന്നു, പക്ഷേ ഇടിച്ചില്ല, അത് തെന്നി മാറിപ്പോയി. അപ്പോഴേ ഞാനും എൻ്റെ സുഹൃത്തുണ്ടായിരുന്നു വണ്ടിയിൽ. ഞങ്ങൾ പറഞ്ഞു മാതാവ് നമ്മുടെ കൂടെ, സഞ്ചാരി മാതാവ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ടെന്ന് തന്നെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുന്നു. കുഞ്ഞ് മരിച്ചത് അറിയുന്നില്ല. പിറ്റേ ദിവസം 7-ാം തീയതി രാവിലെ എൻ്റെ അമ്മയുടെ സിസ്റ്ററിൻ്റെ മകൾ വിളിച്ചു. ഡോക്ടറാണ്, പുള്ളിക്കാരി പറയുന്നു കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾ ഹാർട്ട് ബീറ്റ് ഉണ്ടോ എന്ന് അടുത്തുള്ള ആശുപത്രിയിൽ പോയി ചെക്ക് ചെയ്തു. കുഞ്ഞ് മരിച്ചിരിക്കുന്നു പറഞ്ഞു. പക്ഷെ കരഞ്ഞിട്ടൊന്നുമില്ല, കാരണം എന്തോ ഒരു ശക്തി കൂടെ ഉണ്ടെന്ന് ഒരു ബോധ്യമുണ്ട്. പിന്നീട് ഞങ്ങൾ അവിടുന്ന്, അപ്പോൾ ഡോക്ടർമാർക്ക് ഭയങ്കര ടെൻഷനായി. ഇപ്പോൾ 2 ദിവസം 3-ാമത്തെ ദിവസമാണ് കുഞ്ഞ് മരിച്ചിട്ട്. അപ്പോൾ എമർജൻസി സിസേറിയൻ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് സിസേറിയൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു.
അപ്പോഴാണ് മാതാവിൻ്റെ അടുത്ത അത്ഭുതം അവിടെ തുടങ്ങുകയാണ്. അവിടെ അവിടുത്തെ ഡോക്ടറിന് കുഞ്ഞ് മരിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് എഴുതാനുള്ള ഡിഗ്രി ഇല്ല. അപ്പോൾ വേറെ അടുത്തൊരു സ്കാനിങ് സെൻറ്ററിൽ പോകാൻ പറഞ്ഞു. സ്കാനിങ് സെൻറ്ററിൽ പോയി ചെയ്യാൻ പറഞ്ഞ് അവർ വിളിച്ചു വെച്ചപ്പോൾ അവിടെയും ഡോക്ടറില്ല. പിന്നെ ഞങ്ങൾ കൂത്താട്ടുകുളം ദേവമാതാ ആശുപത്രിയിലേക്കാണ് റെഫർ ചെയ്തത്. ആ ദേവമാതാ എന്ന പേര് തന്നെ മാതാവുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നു സർട്ടിഫിക്കറ്റ് വാങ്ങി. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ആ ടൈമിൽ ഡോക്ടറില്ല. പക്ഷെ മനസ്സിൽ തോന്നുവാണ് അവിടുത്തെ ഡോക്ടറോടൊന്ന് ചോദിക്കാൻ നമുക്ക് നോർമലായിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുമെന്ന്. കാരണം എൻ്റെ ആദ്യത്തെ മോൻ അന്ന് 6 വർഷമായിരുന്നു. അന്ന് അവനെ സിസേറിയൻ ചെയ്താണ് എടുത്തിരിക്കുന്നത്. സാധാരണ സിസേറിയൻ ചെയ്താൽ പിന്നീടും സിസേറിയനാണ് അവർ ചെയ്യുക. പക്ഷേ എനിക്ക് ആ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടാവുകയാണെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. നമുക്ക് എന്തായാലും ഇന്ന് നോക്കാൻ പറ്റത്തില്ല, ഇന്നിനിപ്പോൾ രാത്രി ആവാറായി, നാളെ രാവിലെ നോക്കാം, അതായത് 4ാമത്തെ ദിവസം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 4ാമത്തെ ദിവസം ഞങ്ങൾ അഡ്മിറ്റ് ആവുകയാണ്. ലാസറിനെ ഉയർപ്പിച്ച കർത്താവ് എൻ്റെ കുഞ്ഞിനെ 2 വർഷത്തിന് ശേഷം എനിക്ക് ഉയർപ്പിച്ച് തന്നിരിക്കുന്നു. കാരണം അന്ന് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട കുഞ്ഞൊരു ആൺകുട്ടിയായിരുന്നു. എനിക്കിപ്പോൾ കിട്ടിയതും ആൺകുട്ടി തന്നെയാണ്. ഞാൻ ആവശ്യപ്പെട്ടത് സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലെ തിരിച്ചു കിട്ടിയെന്ന വചനം വിശ്വസിച്ച് എഴുതി ഞാൻ പ്രാർത്ഥിച്ചു. എനിക്കെൻ്റെ കുഞ്ഞിനെ തിരിച്ചു തന്നു. അവന് ഞങ്ങൾ ഇടാനിരുന്ന പേര് അന്ന് ദേവെന്നാണ്. ഞങ്ങൾ ഹിന്ദുക്കളാണെന്ന് പറഞ്ഞു. ഞങ്ങളുടെ മതപ്രകാരം ഒരു ചടങ്ങും നടത്തിയിട്ടില്ല, ഒരു പേരിടിയിൽ നടത്തിയിട്ടില്ല. ഇന്ന് കുഞ്ഞ് ജനിച്ചിട്ട് 40ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ഈ മാതാവിൻ്റെ മുമ്പിലാണ് ഏറ്റുപറയുന്നത്. ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര് ദേവ് മനീഷ് എന്നാണ് ഞങ്ങൾ അവന് പേരിട്ടിരിക്കുന്നത്. ഞങ്ങളല്ലാണ്ട് ഒരു പേരിടിയ ചടങ്ങൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അവൻ്റെ അച്ഛൻ ഒരു ചരട് കെട്ടിയെന്നല്ലാണ്ട് അത് ഒരു ഫംഗ്ഷനുമായിട്ടല്ല. ഞങ്ങൾ ഇന്നലെ അവിടെ ഒരു അനാഥാലയത്തിൽ പ്രായമായവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ചെയ്തത് അതിന് പകരമായിട്ട്, അല്ലാണ്ട് ഞങ്ങൾ യാതൊരു ചടങ്ങും നടത്തിയിട്ടില്ല. ഇത് ഞങ്ങളുടെ വലിയൊരു സാക്ഷ്യമാണ് ഈ കുഞ്ഞിനെ തിരികെ കിട്ടിയത്. നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ച എല്ലാവരോടും പറയാണ്, ഞങ്ങൾ 2 വർഷം കാത്തിരുന്നു. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളിന്ന് ഡോക്ടറെ കണ്ടു. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ കിട്ടില്ലയോ എന്നുള്ളൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. 3 മാസത്തോളം സാധാരണ എല്ലാവർക്കും അറിയാം ഫോളിക് ആസിഡാണ് കൊടുക്കുക. 3 മാസം ഫോളിക് ആസിഡ് സ്കാനിങ് ഒക്കെ ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്ക് ആയില്ല. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, ഈശോയെ നിൻ്റെ ഹിതം എന്താണോ അത് നിറവേറട്ടെ. മാതാവ് ഈശോയിനെ ഗർഭം ധരിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു, നിൻ്റെ ഹിതം എന്താണോ ദൈവമേ അത് നിറവേറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഞങ്ങൾ സെപ്റ്റംബറിൽ 8 നോമ്പെടുത്ത് പ്രാർത്ഥിച്ചു 2025. അപ്പോൾ 8 നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് പിറ്റേ മാസം എനിക്ക് പോസിറ്റീവായി. എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും ഇല്ലാണ്ട് മാതാവ് എനിക്ക് തിരികെ തന്നു. അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങൾ മസ്കറ്റിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവ് അവിടെ ജോലി ചെയ്യാണ്, വർഷങ്ങളായിട്ട് അവിടെ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ ഒരു ഒമാനി പാർട്ട്ണർ ഉണ്ടായിരുന്നു. പുള്ളി ഒരു കള്ളക്കേസ് കൊടുക്കുകയുണ്ടായി. ജോലി സംബന്ധമായിട്ട് പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പൈസ അയച്ചത് പ്രൊജക്റ്റുകൾക്ക് ഉപയോഗിച്ചില്ല എന്നും പറഞ്ഞാണ്. പക്ഷേ അദ്ദേഹം പ്രൊജക്റ്റുകൾക്ക് വേണ്ടി പൈസ ഒമാനി അയച്ചത് കൂടാണ്ട് എൻ്റെ കയ്യിലുള്ള ഗോൾഡും സാധനങ്ങളും ഒക്കെ വെച്ച് ഞങ്ങൾ സലാലയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തു. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റുകളൊക്കെ വന്നത് ഒമാനിയുടെ അക്കൗണ്ടിലേക്കാണ്. അവസാനം പുള്ളി പേയ്മെൻറ്റുകൾ എടുത്തു എന്നല്ലാണ്ട് ഭർത്താവിന് ഒന്നും കൊടുത്തില്ല, കേസും കൊടുത്തു. പക്ഷേ എന്നിരുന്നാലും ഞങ്ങൾ വക്കീലിനെ ഒന്നും വെച്ചില്ല. മാതാവിനോട് നിരന്തരം പ്രാർത്ഥിച്ചു. ഈശോയെ ഞങ്ങളുടെ വക്കീലാക്കി ഞങ്ങൾ പ്രാർത്ഥിച്ചു. വചനങ്ങൾ വായിച്ചു എഴുതിയും പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഭർത്താവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഭർത്താവും തീക്ഷ്ണമായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ കേസ് തള്ളിപ്പോയത് വേറെ രീതിയിലാണ്. ആ ഒമാനി തന്നെ വന്ന് എൻ്റെ ഭർത്താവിനോട് ക്ഷമ ചോദിച്ചു. എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതല്ല, നീ എന്നെ സഹായിക്കണം, എൻ്റെ കമ്പനി വളരെ ദുരിതത്തിലാണ് പോകുന്നത്, എനിക്ക് വർക്കില്ല, നീ എന്നെ സഹായിക്കണമെന്ന് എൻ്റെ ഭർത്താവിനോട് ആവശ്യപ്പെടുകയും അദ്ദേഹം പിന്നെ കുറച്ച് വർക്കുകൾക്കൊക്കെ ഇദ്ദേഹം സഹായിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ ആരോടും ഒരു ദേഷ്യം വെച്ച് പുലർത്തുന്നില്ല. കാരണം നമ്മൾ ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ അയാളെ ശപിക്കാനോ പ്രാകാനോ ഒന്നും പോയിട്ടില്ല. എപ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിന് നല്ലത് തോന്നണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരുന്നത്. കൂടാണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷം ഞാൻ ജോലിക്ക് പോകുന്നില്ലായിരുന്നു. 8 വർഷത്തോളം ജോലിക്ക് പോകാണ്ടിരുന്നു. ഞാൻ നിയോഗം വെച്ചിട്ട് പോലുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ കുറേ ദുരിതത്തിലൂടെയാണ് കടന്നു വന്നത്. കാരണം ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്നു, മരണപ്പെട്ടു. പിന്നെ അച്ഛന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ബ്ലോക്ക് ഉണ്ടായി, അതിൻ്റെ ചികിത്സാ കാര്യങ്ങൾ, പിന്നെ പാർട്ടീഷൻ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായി. സാമ്പത്തികമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്നൊക്കെ ദൈവം ഞങ്ങളെ ഒരുപാട് സംരക്ഷിച്ചു. ഇപ്പം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എൻ്റെ ഭർത്താവിന് ഒരു കമ്പനി തുടങ്ങാൻ സാധിച്ചു. അതുപോലെ സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങിക്കാൻ സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഫ്ലാറ്റ് കിട്ടിയെന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ നാട്ടിൽ 2023 വരുന്ന സമയത്ത് ഞങ്ങൾ 9 മാസത്തോളം റെൻറ്റ് പെൻഡിങ് ഉണ്ടായിരുന്നു. റെൻറ്റ് എന്ന് പറയുമ്പോൾ നല്ലൊരു തുകയുണ്ടല്ലോ അവിടെ വരുന്നത്.
പക്ഷേ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ അത് അടയ്ക്കാനുള്ള മാർഗം കിട്ടുകയും നമ്മൾ അതുപോലെ കടം വാങ്ങിച്ചിരുന്ന പൈസ തിരികെ കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും മാതാമേ എന്ന് പറഞ്ഞ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി മാറി മൊബൈലിൽ നോക്കിയതും മെസ്സേജ് വരുന്നു ഇത്ര എമൗണ്ട് ക്രെഡിറ്റായി. അത് വേറൊന്നുമല്ല, LICയുടെ ഒരു മണി ബാക്ക് പോളിസി ഞാൻ വർഷങ്ങളായി എടുത്തിട്ടിരുന്നത്. നമ്മൾ എന്താണ് സഹനത്തിൽ ഏർപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ദൈവം ഉടനടി പരിഹാരം എന്ന് പറയുന്ന പോലെ എന്തെങ്കിലും നമുക്ക് ആ സമയത്ത് തന്നെ ഒരു വഴി കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ ആ പൈസ എനിക്ക് ഒന്നിച്ച് വാങ്ങിച്ചവർക്ക് തിരികെ കൊടുക്കാനായിട്ട് സാധിച്ചു. ഇന്നും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഈ മാതാവ് അപ്പോൾ ഇടപെടുന്നുണ്ട്. എന്തെങ്കിലും ഈശോയിലും മാതാവിലും ഞങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്നു. മസ്കറ്റിലാണെങ്കിലും ഞങ്ങൾ അവിടെ പള്ളിയിൽ പോയി കുറേ നേരം ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്ക് കുർബാന കൈക്കൊള്ളാൻ സാധിക്കാറില്ല. എന്നിരുന്നാലും ഞങ്ങൾ ഓൺലൈനിൽ ഗുഡ്നെസ് TV രാവിലെ കുർബാനയുണ്ട്, അത് ഞങ്ങൾ ഓൺലൈനിൽ കൂടാറുണ്ട്. അതുപോലെ ഉടമ്പടി പ്രാർത്ഥന എന്നും മുടങ്ങാണ്ട് ചൊല്ലുന്നു. എല്ലാം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നു. പിന്നെ ഒരുപാട് രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. മോന് തൊണ്ടയിലൊരു മുഴ പോലെ വന്നിരുന്നു, പല്ലിന് ഇൻഫെക്ഷനായിട്ട്. അത് ഞങ്ങൾ ആൻറ്റിബയോട്ടിക് കൊടുത്തിട്ടൊന്നും മാറിയില്ല. പിന്നീട് ഞങ്ങൾ ഉപ്പുവെള്ളം മാതാവിൻ്റെ ഉപ്പിട്ട് ഗാർഗിൾ പിടിക്കുകയും അതുപോലെ തൊണ്ടയിൽ തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മുഴ ഇല്ലാണ്ടായി. അതുപോലെ എന്ത് അസുഖം വന്നാലും നമ്മൾ മാതാവിൽ ആശ്രയിച്ചിട്ടേ, ഉടമ്പടി വസ്തുക്കളിൽ ആശ്രയിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിച്ച് ഉപയോഗിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ അടുത്ത വഴി ചിന്തിക്കൂ. അടുത്ത വഴി ചിന്തിക്കാമെന്ന് വെച്ചാൽ അപ്പം നമുക്ക് മനസ്സിൽ തോന്നിക്കും ദൈവം. അല്ലെങ്കിൽ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ടോസിട്ട് നോക്കും, മാതാവിൻ്റെ മുമ്പിൽ തന്നെ എഴുതും എവിടെ പോകണം, എന്ത് ചെയ്യണം. അപ്പം ഞങ്ങൾ ഏത് വശാണോ വീഴുന്നത് ആ വഴിക്ക് ഞങ്ങൾ പോകും. അപ്പം മാതാവ് എന്തെങ്കിലും അതിന് വഴിയൊരുക്കി തന്നിട്ട് ഒരു കാര്യം വന്നാലും ഞങ്ങൾ ടെൻഷൻ അടിക്കാറില്ല. കാരണം അതിൻ്റെ അപ്പുറം മാതാവിനൊരു വഴി ഞങ്ങൾക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് പ്രയാസം വന്നാലും വേറൊരാശ്രയമില്ല ഞങ്ങൾക്ക് മാതാവ് തന്നെയാണ് എപ്പോഴും ശരണം. ഞങ്ങൾ ഒരുപാട് പേരോട് മാതാവിനെ പറ്റി സംസാരിക്കാറുണ്ട്. അതുപോലെ വാട്സപ്പിലും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഇപ്പോൾ എൻ്റെ കുടുംബക്കാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും സുഹൃത്തുക്കൾക്കാണെങ്കിലും എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നവരാണെന്ന്. നമ്മുടെ സാക്ഷ്യങ്ങൾ കണ്ടിട്ട് എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ ഞങ്ങൾ ചെല്ലുന്ന എല്ലായിടത്തും മാതാവിൻ്റെ ഒരു സാന്നിധ്യം കാണാറുണ്ട്. അത് എക്സ്പെഷ്യലി മസ്കറ്റിലാണെങ്കിലും അവിടെ എന്തെങ്കിലും ഒരു പ്രാവശ്യം എനിക്ക് ഹസ്ബൻഡ് എന്നെ പള്ളിയിലാക്കിയിട്ട് പോയി. അന്ന് എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു, ബാലൻസ് ഇല്ല, അങ്ങനെ എന്തോ ഒരു ഇത്. അപ്പോഴത്തേനും എനിക്ക് ഒരു ചേച്ചി അവിടെ നിന്ന് ദൂരെ നടന്നു വരുന്നുണ്ട്. അപ്പോൾ കണ്ടപ്പോൾ തോന്നി മലയാളിയാണ്. എന്തായാലും ഫോണൊന്ന് ചോദിക്കാം, ഹസ്ബൻഡിനെ വിളിക്കാമെന്ന് ഓർത്ത് ആ ചേച്ചി ഫോൺ തന്നു. ഫോൺ തുറന്നതും മാതാവിൻ്റെ ഫോട്ടോയാണ് ആ ചേച്ചിയുടെ ഫോണിൻ്റെ ഇതിൽ വെച്ചിരിക്കുന്നത്. അതുപോലെ എവിടെ ചെന്നാലും ഞങ്ങൾക്കൊരു റണ്ണിങ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവിടെയും ഞാൻ ഒരു ചേച്ചിയെ പരിചയപ്പെട്ടു. ആ ചേച്ചി ജസ്റ്റ് അവരുടെ ഫോൺ തുറന്നപ്പോഴും മാതാവ്. എന്ത് ഫംഗ്ഷന് ചെന്നാലും ഒരാളെങ്കിലും മാതാവിൻ്റെ അടയാളത്തിൽ കാണാണ്ടിരിക്കില്ല. അത് കാണുമ്പോൾ നമുക്ക് വളരെ ഒരു പോസിറ്റിവിറ്റിയാണ്. അതുപോലെ നമ്മൾ ആഴ്ചയിൽ കാത്തിരിക്കുന്നത്, നേരത്തെയൊക്കെ ഞായറാഴ്ച ആവാനായിരുന്നു, നാട്ടിലായിരുന്നപ്പോൾ ഒരു ഞായറാഴ്ച കിട്ടാം, നാളെ ഞായറാഴ്ചയാണല്ലോ, അതുപോലെയായിരുന്നു. പുറം രാജ്യത്താണെങ്കിൽ വെള്ളിയാഴ്ച, നാളെ അവധിയാണല്ലോ, അങ്ങനെ ചിന്തിക്കും. പക്ഷെ ഞങ്ങളൊക്കെ ഇന്ന് ചിന്തിക്കുന്നത് ചൊവ്വാഴ്ച ഒന്ന് എത്തിയാൽ മതി, ധ്യാനം ഒന്ന് കണ്ടാൽ മതി. ധ്യാനം കണ്ടില്ലെങ്കിൽ എന്തോ മരുന്ന് കഴിക്കാത്ത ഒരു വെപ്രാളാണ്. ധ്യാനം നമുക്ക് അത്രയും മുടക്കാൻ പറ്റത്തില്ല. ദിവസവും ജോസഫ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കും. ജോസഫ് അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിലാണെങ്കിലും ജോസഫ് അച്ഛൻ്റെ സൗണ്ട് ഒന്ന് മാറി, എന്തോ കഫക്കെട്ടുണ്ട് അച്ഛന്, എന്തോ പ്രയാസമുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു ടെൻഷനാണ്. കാരണം അച്ഛന് ഒരാപത്തും വരാണ്ട് നിൽക്കണം, എന്നും ഉണ്ടാവണം. അതാണ് നമ്മുടെയൊക്കെ ആവശ്യം. ഈശോയുടെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നത്. അല്ലാണ്ട് സമ്പത്തോ പണമോ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്ക് എല്ലാം വീട് വേണം, എല്ലാം ഞങ്ങൾക്ക് വേണം ഒന്നേന്ന്. പക്ഷേ എന്നിരുന്നാലും 2 വർഷങ്ങളുടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, വലിയാക്കും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മളൊരു പാവപ്പെട്ട ഒരു മനുഷ്യൻ അവിടെ ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, എന്തു പറ്റി, എന്താണ് കാര്യം, നിങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്ക്, കാശുരൂപമുണ്ടെങ്കിൽ കാശുരൂപം കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് സഹായിക്കുക, ഭക്ഷണം കൊടുക്കുക. അങ്ങനെയുള്ള ഒരു മൈൻഡ് തന്നെ അങ്ങനെയായി. ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് കുട്ടികളുടെ അതുപോലെ ഒരുപാട് ആളുകളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ധ്രുവ് എന്ന് പറഞ്ഞ കൂത്താട്ടോളത്തുള്ള കുട്ടി, അതുപോലെ മിയ, അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ SMB 16 കോടിയോളം രൂപ വേണ്ടി വന്നു. ഞാൻ പൈസ എന്നെക്കൊണ്ടാവുന്നത് ഞാൻ സഹായിച്ചു. പിന്നെ ഞാൻ അതുപോലുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് അതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് വിട്ട് കളയാൻ പറ്റില്ല. ആർക്കും ഏത് നിമിഷവും അസുഖം വരാം, നമുക്കും മക്കളുള്ളതാണ്. അപ്പോൾ തന്നെ നമ്മളെക്കൊണ്ട് പറ്റുന്ന ചെറിയൊരു ഉപകാരമാണ് അത് ഷെയർ ചെയ്യുക, ഒരാളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അത് ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു. എന്തായാലും ഞങ്ങൾ മാത്രമല്ല, ഈ ലോകത്ത് പലരും ചെയ്തു. ആ കുഞ്ഞുങ്ങൾക്ക് ആ പൈസ കണ്ടെത്താൻ സാധിച്ചു. അതുപോലെ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു വിഷമിക്കുന്ന ആളെ കണ്ടില്ല എന്ന് വെച്ച് പോവരുത്. അതെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് കാണിച്ചു തരുന്നതാണ് ഓരോരുത്തരും. നിനക്കത് ചെയ്യാൻ പറ്റും.
നമ്മുടെ കയ്യിൽ 50 രൂപയുള്ളെങ്കിലും നമ്മൾ അതിൽ നിന്ന് ഒരു 10 രൂപയെങ്കിലും നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ നമ്മൾ ആര് കണ്ടില്ലെങ്കിലും ദൈവം അത് കാണുന്നുണ്ട്. അതിൻ്റെ ദിനങ്ങളിൽ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഞങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചെന്ന് ഞങ്ങൾക്ക് സമാധാനമുണ്ട്. ഞങ്ങൾക്ക് പണ്ട് സമാധാനം ഇല്ലായിരുന്നു, ഇപ്പോൾ സമാധാനം. അതെന്താണെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട്. സമാധാനം ഇല്ലാത്ത ഒരു ലൈഫ്, വീട്ടിൽ വഴക്ക്, പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ്. അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്കിപ്പോൾ അസുഖങ്ങൾ എല്ലാവർക്കും വരും. ഇപ്പോൾ പ്രാർത്ഥിച്ചാലും പലരും ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇതിലിടുന്ന കാണാറുണ്ട്. നിങ്ങൾ എന്താ നിങ്ങളുടെ മാതാവ് എവിടെയായിരുന്നു ഇത്രയും നാൾ, കൊറോണ വന്നപ്പോൾ എവിടെയായിരുന്നു, മറ്റേ അസുഖം വന്നപ്പോൾ എവിടെയായിരുന്നു എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അസുഖങ്ങൾ എല്ലായിടത്തും വരും, പക്ഷെ അത് തരണം ചെയ്ത് മുന്നോട്ട് ജീവിക്കുമ്പോഴല്ലേ നമ്മളതിൽ വിജയിക്കുന്നത്. ഇതിൽ ചിലരോട് നമുക്ക് തർക്കിക്കാൻ പറ്റുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കൃപാസനത്തെ പറ്റി ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും കുറ്റം പറയുന്നുണ്ട്. അതിൽ ഈശോയിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അവർ ചിലർ ക്രിസ്ത്യൻസിൽ തന്നെ മാതാവിന് ഇഷ്ടമല്ലാത്തവരും ഉണ്ട്. അപ്പോൾ പലരും പറയും ഈശോയോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോരെ, മാതാവ് എന്തിനാന്ന്. പക്ഷേ ഓരോരുത്തരുടെയും ഞാൻ പറയുകയാണെങ്കിൽ അനുഭവങ്ങളാണ്. അനുഭവം വരുമ്പം ഈ പറഞ്ഞവരൊക്കെ തന്നെ തിരികെ വരും. മാതാവ് നമുക്ക് വേണ്ടി, നമ്മളിപ്പോൾ ഒരാളോട് പറയാണ്, എടി നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന്. അതുപോലെ നമ്മൾ പറയില്ല, ഈ പറയുന്ന ഈശോയോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്നവരാണേലും അവരും പറയാറുണ്ട് അസുഖം വരുമ്പം, എടി നീ എനിക്കും കൂടെ പ്രാർത്ഥിക്കണം, എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പം അതുപോലെ തന്നെയാണ് നമ്മൾ മാതാവിനോടും നമ്മൾ പറയുകയാണ്, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേന്ന്. അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അത് എന്തായാലും ഈശോ കേൾക്കാണ്ടിരിക്കത്തില്ലല്ലോ. ഹസ്ബൻഡിന് മൈഗ്രെയിൻ്റെ തലവേദന ഉണ്ടായിരുന്നു, അതും 15 വർഷമായിട്ട്. നാട്ടിൽ കൊറോണ സമയത്തൊക്കെ വരുമ്പോൾ തലവേദനയായിട്ട് ഛർദ്ദിച്ച് ആശുപത്രിയിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കാണ്ട് അത് മാറത്തില്ലായിരുന്നു. പക്ഷേങ്കിൽ ഇപ്പോൾ ഉടമ്പടി പുള്ളി 2024 ഉടമ്പടി എടുക്കുന്നത്. അതിൽ പിന്നെ ഇന്ന് വരെ തലവേദന വന്നിട്ടുണ്ട്. ചെറുതായിട്ട് ആർക്കാണെങ്കിലും തലവേദന വരും, ജോബ്, പ്രഷർ, മറ്റു കാര്യങ്ങൾ, ഓട്ടം എല്ലാം കൊണ്ടും. ഒമാനിലൊക്കെ ഇപ്പം നല്ല ചൂടാണ്, ചുട്ടുപൊള്ളുന്ന ചൂട്. ആ ചൂടിലൊക്കെ പോകുമ്പോൾ ആർക്കാണെങ്കിലും തലവേദന വരും. പക്ഷേ അദ്ദേഹത്തിന് മൈഗ്രെയിനായിട്ട് ഇന്നേ വരെ ഒരു ഇഞ്ചക്ഷൻ എടുക്കേണ്ടതോ മൈഗ്രെയിൻ്റെ മരുന്ന് കഴിക്കേണ്ടതോ ആയിട്ടുള്ള ഒരവസ്ഥ ഉണ്ടായിട്ടില്ല. അത് മൈഗ്രെയിൻ പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് മൈഗ്രെയിൻ മാറി കിട്ടി. മൈഗ്രെയിൻ വന്നുള്ള അവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു രോഗസൗഖ്യം കിട്ടിയത് തന്നെ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ആണ്. പിന്നെ കുഞ്ഞിന് ലഭിക്കാനായിട്ട് ഉടമ്പടി വസ്തുക്കൾ ഞങ്ങൾ നിരന്തരം ഉപയോഗിച്ചിരുന്നു, വചനങ്ങൾ എഴുതി പ്രാർത്ഥിച്ചിരുന്നു. എല്ലാം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ ലഭിച്ചത്. കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഇനിയും അടുത്ത വർഷം ഞങ്ങൾ ഇനി നാട്ടിൽ വരണമെന്ന് കരുതുന്നു. അപ്പോഴും ഞങ്ങൾ സാക്ഷ്യം പറയാനായിട്ട് വരുമെന്ന് ഇപ്പോഴേ ഞങ്ങൾ മാതാവിന് നേർച്ച നേരുന്നു. താങ്ക് യു മാതാവേ. 139 സങ്കീർത്തനം 5 തിരുവചനം. മുൻപിലും പിൻപിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു, അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു, എനിക്ക് അപ്രാപ്യമാം വിധം അത് ഉന്നതമാണ്. അഖില മനീഷ് എന്ന ഈ കുടുംബത്തിൻ്റെ വളരെ ശക്തവും തീക്ഷ്ണവും മനോഹരവുമായ ഈ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നാം നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ഉടമ്പടി എടുത്തത് മുതൽ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ചു കൊടുത്ത, ജീവിതഭാരം എല്ലാം തന്നെ മാറ്റിക്കൊടുത്ത് പരിശുദ്ധ അമ്മ ഇവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് ഈശോ ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ ചെയ്തതിൻ്റെ ഒരു വലിയ വിവരണമായിരുന്നു അഖില മനീഷ് ഇവിടെ ഏറ്റുപറഞ്ഞത്. 7 മാസം പ്രായമുള്ള കുഞ്ഞ് വയറ്റിൽ കിടന്ന് നഷ്ടപ്പെട്ടത് അറിയാതെ അത് 4 ദിവസം കഴിഞ്ഞ് ഒരു സ്കാനിങ്ങിലൂടെ അറിഞ്ഞപ്പോൾ തന്നെ വളരെ ബാലൻസ്ഡോടുകൂടി പരിശുദ്ധ അമ്മ കുരിശിന് താഴെ നിന്നതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയായി ഇന്ന് അഖില ഇവിടെ നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയുള്ള ഈശോ നൽകിയിട്ടുള്ള വലിയ അഭിഷേകത്തിൻ്റെ ശക്തിയാലാണെന്ന് ഇവർക്ക് ഏറ്റുപറയാനായിട്ട് സാധിക്കും. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ ഒരു കൈവെപ്പ് ഇവരുടെ ജീവിതത്തിൽ ഉടമ്പടി ചെയ്തത് മൂലമുണ്ടായി എന്ന് ഇവർ ഏറ്റുപറയുകയാണ്. എവിടെ ചെന്നാലും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധ കാശുരൂപമോ അല്ലെങ്കിൽ അമ്മയുടെ ഛായാചിത്രം അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തവരുമായിട്ടുള്ള സംഭാഷണം, ഇവിടുത്തെ കൃപാസനം പത്രിക, അങ്ങനെ എപ്പോഴും പരിശുദ്ധ അമ്മയുമായി ഈശോയിലേക്ക് ഒന്നു ചേരാനുള്ള ഒരു വലിയ അഭിഷേകം ഈ കുടുംബത്തിന് ലഭിച്ചിരിക്കുന്നതായി ഇവർ ഏറ്റുപറയുകയാണ്. ഏതെല്ലാം അപകടങ്ങളിൽ അവർ ചെന്നുപെട്ടോ അപ്പോഴെല്ലാം മനീഷിനെ ഒരു കള്ളക്കേസിൽ പെടുത്തിയെങ്കിലും ആ ഒമാനി തന്നെ വന്ന് അവരോട് മാപ്പ് പറയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയുണ്ടായി. അതിനാണ് ഈശോ നമുക്ക് വേണ്ടി വില കൊടുത്ത്
കുരിശിൽ മരിച്ചതിൻ്റെ ഒരു വലിയ വിശേഷവിധിയായി ഇവർ ചെയ്തത് ആ ക്ഷമ ചോദിച്ച വ്യക്തിയോട് ക്ഷമിക്കുകയും അതുപോലെ തന്നെ അവർക്കായുള്ള മറ്റ് സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള വലിയ കൃപ അവർക്ക് ലഭിച്ചു എന്ന് ഇവരിവിടെ ഏറ്റുപറയാണ്. ശത്രുക്കളെ സ്നേഹിക്കുക എന്ന വളരെ വിശേഷവിധിയായി ഈശോ ചോദിക്കാൻ പോകുന്ന ചോദ്യം അതാണ്, വിശേഷവിധിയായി നിങ്ങൾ എന്ത് ചെയ്തു? ഇവർ ഓൾറെഡി അത് അവരുടെ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു വലിയ സാക്ഷ്യം നമുക്ക് മനസ്സിലാകാം. അതുപോലെ തന്നെ ഇവർ ഒരുപാട് കാര്യങ്ങൾ സാക്ഷ്യം കൗണ്ടറിൽ ഏറ്റുപറഞ്ഞെങ്കിലും വളരെ ടച്ച് ചെയ്തൊരു കാര്യം ഇതാണ്, ഇവരുടെ വീടിൻ്റെ ചാവി താക്കോൽ അവർക്ക് കിട്ടിയത് ഡിസംബർ 7, 2030 അവർക്ക് ചാവി കിട്ടിയതെന്ന് അഖില പറയാൻ വിട്ടുപോയതാണ്. അവർക്കത് വളരെ ഒരു അഭിഷേക സമയമായിട്ട് തോന്നി. അവർ ചെന്ന് കണ്ട ആ വീട്, അവർ താമസിക്കുന്ന വീട് ഇന്നൊരു ഗ്രേ കളറിലാണ്. എല്ലാം പരിശുദ്ധ അമ്മ തന്നെ നൽകിയ ഒരു കൈവെപ്പുള്ള അനുഭവ സാക്ഷ്യത്തിന് നമുക്ക് ഈശോയ്ക്കും നന്ദി പറയാം. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന അസ്വസ്ഥതകളിലെ സൗഖ്യങ്ങൾ, 15 വർഷമായിട്ടുള്ള മനീഷിൻ്റെ മൈഗ്രെയിൻ, കുഞ്ഞിൻ്റെ ശരീരത്തിൽ വന്ന കുരുക്കൾ, അതുപോലെ അഖിലയ്ക്കും അങ്ങനെ ചില കുരുക്കൾ ശരീരത്തിൽ വന്ന എല്ലാം തന്നെ ഉടമ്പടി തൈലത്തിലൂടെ നേർച്ച വസ്തുക്കളിലൂടെയാണ് അവർ വിശ്വാസ പ്രമാണം ചൊല്ലി അക്രൈസ്തവരായ മക്കളാണ്. അതുപോലെ അഖില വളരെ പ്രോംപ്റ്റഡായി ഈശോയെ കളിയാക്കുന്നവരെ, ഈശോയെ കുറ്റം പറയുന്നവരെ, മാതാവ് എവിടെയായിരുന്നു, ഈശോ എവിടെയായിരുന്നു എന്നെല്ലാം നിരീശ്വരത്തിലൂടെ ചോദിക്കുന്നവർക്കെല്ലാം അഖിലയ്ക്ക് തൻ്റെ ജീവിതം തന്നെ സാക്ഷ്യമായിട്ട് പറയാനുള്ള വലിയൊരു അനുഗ്രഹം അവർക്ക് ലഭിച്ചിരിക്കുന്നു. ഒരു ദിവസം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കുർബാന മധ്യേ നമ്മോട് പറയുകയുണ്ടായി, പത്രം കൊടുക്കുമ്പോൾ പത്രം വെറുതെ കൊടുക്കുന്നത് ഒരു പിച്ചള എന്ന ലോഹമാണ്, പറഞ്ഞു കൊടുക്കുന്നത് വെള്ളിയാണ്, സ്വന്തം അനുഭവം വിവരിച്ചു കൊടുക്കുന്നത് സ്വർണ്ണമാണ്. ഇന്ന് അഖിലയ്ക്കും മനീഷിനും ഒരു സ്വർണം കൊടുക്കുന്നത് പോലെ, ഈശോയ്ക്ക് സമ്മാനം കൊടുക്കുന്നത് പോലെയാണ്. ഈശോ ജനിച്ചപ്പോൾ സമ്മാനം കൊടുത്തത് പൂജ്യരാജാക്കൾ കൊടുത്തതുപോലെ വളരെ അമൂല്യമായി അവർ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനമാണ് അവർക്ക് ഏറ്റവും വലിയ വിശേഷവിധിയായി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഇവരുടെ സാക്ഷ്യത്തിന് വേണ്ടി നന്ദി പറയുന്നതോടൊപ്പം സമാനമായ ജീവിത പ്രതിസന്ധികളിലൂടെ പ്രവാസികളായി കഴിയുന്ന മക്കളുടെ എല്ലാ ജീവിത നിയോഗങ്ങളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.